ഇതെന്ത് ചെടിയാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഇതാണ് നമ്മുടെ എന്തുവാണ് CC പ്ലാന്റ് എന്നും ZZ പ്ലാന്റ് എന്നും ഒക്കെ പറയും. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എല്ലായിടത്തും ഇരിക്കുന്നത് കണ്ടിട്ട് കുറേ കൊതിയായിട്ടുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഇപ്പോൾ എനിക്കും കിട്ടി. ഞാൻ കുറേ ചെടിയൊക്കെ വെച്ചു. ഇതിൽ നിന്ന് കുറേ ചെടി വെച്ചു. ഇങ്ങനെ ചെറിയ ചെറിയ ചട്ടിയിലൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഇപ്പം ഇന്നാൾ 2 ഞാൻ കൊടുക്കുകയും ചെയ്തു. പിന്നെ അല്ലാതെ ആരൊക്കെ വീട്ടിൽ വന്നപ്പോഴും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ചെറിയ പൈസയ്ക്കും 2 കൊടുത്തു കേട്ടോ ഇത് വെച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വലിയ ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുക അടുത്തത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്തതൊന്ന് വയ്ക്കാം. ഇത് നമ്മളെ സാധാരണ മണ്ണ് കേട്ടോ. ഞാൻ നേരത്തെ കരിയിലയൊക്കെ ഇട്ട് വെച്ചിരുന്ന മണ്ണാണ്. അതിപ്പോൾ പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് മണ്ണായി. അല്ലാതെ ഇപ്പം ഞാൻ ആ മണ്ണ് കഴിഞ്ഞ വർഷം വേറെ കൃഷി ചെയ്തതിന് തട്ടിയെടുത്തതാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത് മതിയാവും എന്നാണ്. എൻ്റെ കയ്യിൽ ചാണകപ്പൊടി തീർന്നു പോയി. അപ്പോൾ ഇപ്പം കോഴി കാഷ്ടമാണ് അധികം ഉള്ളത്. അപ്പോൾ അത് ഇതിനിട്ടാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ മണ്ണ് തന്നെ എടുക്കുക. ഇത് ഇല വെച്ചാലും മതിയാവും കേട്ടോ. ഇതിനെ നമുക്ക് 2 കട്ട് ചെയ്ത് വെച്ചാലും വയ്ക്കാം, അതും മതിയാവും. പിന്നെ ഞാനിത് പെട്ടെന്ന് വളരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിത് ഇത്രയും അങ്ങ് വച്ചിക്കുക. ഇതെനിക്കൊന്ന് 2 കട്ട് ചെയ്ത് വെച്ചാൽ 2-3 എണ്ണത്തിൽ വയ്ക്കാൻ പറ്റും. ഇതുണ്ടോ? അപ്പോൾ ഇനിയും ഉണ്ട് വയ്ക്കാൻ. അതെ, ഇനിയും എടുത്ത് വെച്ചിരിക്കുക വയ്ക്കാനായിട്ട്. ഇത് ഞാൻ എൻ്റെ വേറൊരു ചേച്ചിയുടെ വീട്ടിൽ കൊടുത്തതിൽ നിന്ന് ഞാൻ കൊണ്ട് കൊടുത്തതാണ്. അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നതാണ്. ഇത് കണ്ടോ, ഞാൻ അങ്ങനെ വച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. വേറെ ഇതായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കുറേ സ്ലോ ആയിട്ടേ വളർന്നു വരുള്ളൂ. ഇത് കുറേ നാളായി. ഇതുപോലത്തെ ഞാൻ ഇതടുത്തത് ഇതുപോലത്തെ ഞാനൊരു 4-5 ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ കൊടുക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കും. എൻ്റെ ഇവിടെ വലിയ ചട്ടിയിലുണ്ടായിരുന്നു. വലിയ ചട്ടിയിൽ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ട് വളർന്നു വരും കേട്ടോ. നല്ല രസമുണ്ട് കാണാനും. ഞാനത് 2 കൊണ്ടുവന്ന് 2 പേർക്ക് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എൻ്റെ വലുതില്ല, ഞാനിപ്പോൾ വച്ചിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ വലുതായിട്ടാണ് എനിക്കെടുത്ത് വലിയ ചട്ടിയിൽ വയ്ക്കാനായിട്ട്. ഇതിനാകുമ്പോൾ നമ്മൾ എന്നും വെള്ളമൊന്നും ഒഴിക്കണ്ട. പിന്നെ അധികം വെയിലത്തൊന്നും വയ്ക്കണ്ട. നമ്മൾ തണലത്ത് നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വച്ചേക്കാം. വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ 2-3-4 ദിവസം കൂടുമ്പം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇതങ്ങനെ വലുതായിട്ട് അങ്ങനെ വാടിപ്പോകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഇലച്ചെടികൾക്കും ഭംഗിയുണ്ട്. ഉണ്ടോ? ഇനിതാ അത് അടുത്തതും കൂടെ വയ്ക്കാൻ പോവാം. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. പക്ഷേ നല്ല വിലയുമാണ് അതിന്. എനിക്കെന്തായാലും ഒരു ചെറിയ ഇല ബ്ലാക്കിൻ്റെ കിട്ടിയിട്ടുണ്ട്. അത് നോക്കട്ടെ എങ്ങനെയെന്ന്. ഇതൊക്കെ ഒരു രസമല്ലേ, ഇങ്ങനെയൊക്കെ വച്ച് കുറച്ച് ചെടികളൊക്കെ കൂടെ വയ്ക്കുക എന്ന് പറയുന്നത്. എനിക്കിതുപോലെ ഞാൻ കുറേ ചെടികൾ ഇങ്ങനെ ചെറിയ ചെറിയ ചട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ചെടികളും പൂക്കളും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ വളർന്നിട്ട് കാണാം കേട്ടോ. ഇനി